നമസ്കാരം. പാലക്കാട് വോട്ടിന് പണം വിവാദം ഉണ്ടായിരിക്കുകയാണ്. വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പാലക്കാട് BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെയാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നത്. ശോഭാ സുരേന്ദ്രൻ അതിന് വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഒരു വോട്ടർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. അതിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എടുത്തു എന്ന് പറയുന്ന ദൃശ്യങ്ങളടക്കം ഇന്ന് മാധ്യമങ്ങളിൽ വന്നതാണ്. സനോജ്, ഇത് എന്താണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നതിന് പിന്നിൽ? കുമാറെ, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, അതായത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ NDA കേരളത്തിൽ വേരോട്ടം നടത്തുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. അതിൽ ആദ്യം മുതൽ പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു സീറ്റാണ് പാലക്കാട് സീറ്റ്. കാര്യം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യം വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു പാലക്കാട് ഇക്കുറി NDAക്ക് തന്നെ മാറ്റമില്ല. മാത്രമല്ല, കഴിഞ്ഞ MLAയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ വിവാദങ്ങളും സംഭവങ്ങളും എല്ലാം അവിടുത്തെ ജനതയുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ ഇനി എന്ത് വന്നാലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അത്ര കണ്ട് അവർ വെറുത്തുപോയി മുൻ MLA എന്നുള്ളത് കൊണ്ട് മാത്രം. അതുമാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ഒരു ജനകീയ നേതാവിൽ നിന്നും അവരൊരു MLA ആയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പാലക്കാടിനുണ്ടാകുന്ന നേട്ടങ്ങൾ, പ്രത്യേകിച്ചും NDAക്ക് ഏറെ വളക്കൂറുള്ള മണ്ണിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവ് വരുമ്പോൾ അത് എന്തുകൊണ്ടും അവർക്ക് അലങ്കാരമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വോട്ടർമാർ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് ഇക്കുറി വോട്ട് ശോഭാ സുരേന്ദ്രന് തന്നെ എന്നുള്ള കാര്യം. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ ഈ ഒരു ജയം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ്, ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കിയുള്ള സമയത്ത് ഇത്തരത്തിലൊരു പൊറോട്ടോ നാടകവുമായി UDF രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് UDF ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റ് സാങ്കേതിക സഹായങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് LDF ആണെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു ആസൂത്രണമാണ് പാലക്കാട് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീ, അവരാണ് ഈ പണം കൈപ്പറ്റുന്നത്. ഈ പണം കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ അടുത്ത് നിന്നുമാണ്. ഇത്രയും അങ്ങനെ രഹസ്യമായി പണം കൈമാറുന്നുണ്ടെങ്കിൽ തന്നെ അവർ ചുറ്റുപാടുകൾ വീക്ഷിക്കാതെ ഇത്ര പെട്ടെന്ന് കൊണ്ടങ്ങ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ടോ എന്നുള്ളത് സമൂഹ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ഉയർത്തുന്ന ഒരു സംശയമാണ്. അത് വളരെ ശരിയുമാണ്. മാത്രമല്ല, പിന്നീട് ഈ സ്ത്രീയെ ആരും കാണുന്നുമില്ല. അപ്പോൾ അവർ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. ഇത്തരത്തിൽ ചില, അതും മാധ്യമങ്ങളുടെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് ഈ ഒരു തിരക്കഥ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വൈചിത്രമായ കാര്യം. രാവിലെ മുതൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ അവരുടെ വലിയ ബ്രേക്കിംഗ് സ്റ്റോറി ആയിട്ടാണ്, എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ കാര്യമായിട്ടാണ് ഇത് വരുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ചുമ്മാ ക്യാമറയും വെച്ചുകൊണ്ട് നിന്നാൽ തന്നെ ഇതിന് സമാനമായ ഒരു 1000 ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും, ഇല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു ഒറ്റപ്പെട്ട സംഭവം നടന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഫാബ്രിക്കേഷൻ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. എന്തായാലും വോട്ടർമാർ തീരുമാനിച്ചുറപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും ഒരിക്കലും അവർ വ്യതിചലിക്കില്ല, അവർ പിന്നോട്ട് പോകില്ല. അവരുടെ വോട്ട് ഇക്കുറി ആർക്കാണെന്നുള്ളത് വോട്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ UDF കഴിഞ്ഞ സമയത്ത് അവിടെ നടത്തിയത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വളരെ സ്ത്രീലമ്പടനായ വൃത്തികെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടു നിർത്തി SDPയുടെ സ്പോൺസർഷിപ്പോട് ജയിപ്പിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇനി അങ്ങനെ ഒരു അബദ്ധം അവിടെ ഉണ്ടാകില്ല എന്ന് പാലക്കാട്ടുകാർ അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UDFും LDFും ഇനി എന്തൊക്കെ നാടകം കളിച്ചാലും അവിടെ വില പോകില്ല എന്നുള്ളതാണ് ഈ ഒരു സമയം നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. കുമാർ, മാത്രമല്ല ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വിശദീകരണം അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അതായത് ഈ കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രനെ ഏതാണ്ട് 1 മണിക്കൂറോളം ഈ വാഹനം, കോൺഗ്രസ്സുകാരുടെ ഈ വാഹനം പിന്തുടരുന്നു. അത് ആ പ്രവർത്തകൻ്റെ പേരടക്കം പറയുന്നുണ്ട്. വിനേഷ് സർഗ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ വാഹനം ഇവരെ പിന്തുടരുന്നതും ഇവരുടെ ഫോട്ടോഗ്രാഫി എടുക്കുന്നതുമെല്ലാം. മാത്രമല്ല, ഈ പറയുന്ന വ്യക്തി അത് ശോഭാ സുരേന്ദ്രൻ താമസിക്കുന്ന വീടിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് എത്തി എന്നും അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരെ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഗൂഢാലോചന നടത്താനോ ഉള്ള ഒരു വലിയ നീക്കം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കളക്ടർക്ക് പരാതി ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. ശോഭാ സുരേന്ദ്രൻ പണം കൊടുക്കുന്നു എന്ന രീതിയിൽ പരാതി നേരത്തെ കൂട്ടിക്കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വെള്ള ചുരിദാർ ധരിച്ച ഒരു സ്ത്രീ, അവർക്ക് പണം കൊടുക്കണം, 5000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. പണം കൊടുത്തു എന്ന ദൃശ്യങ്ങളിലില്ല, എന്തോ ഒരു സാധനം കൊടുക്കുന്നു എന്ന രീതിയിൽ ദൃശ്യങ്ങളിലുണ്ട്.
അത് കഴിഞ്ഞാൽ പിന്നെ പണം കയ്യിലിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അതിനുശേഷം ഈ പറയുന്ന സ്ത്രീ നടന്നു പോകുന്ന ദൃശ്യമുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഇതുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരു തെളിവും അതിനകത്തില്ല. മാത്രമല്ല ഈ പണം, ആ പണത്തിൻ്റെ സ്രോതസ് ഈ ആ മാതാവ്, വൃദ്ധയായ മാതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് പെൻഷൻ കിട്ടിയ പണമാണ്. അവരുടെ പേര്. വോട്ടിന് വരുന്നവരോട് താൻ പണം ചോദിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷെ അവർ പണം തന്നു എന്ന് പറയുന്നില്ല. തൻ്റെ കയ്യിലിരുന്നത് പെൻഷൻ തുകയാണ് എന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇത് എത്ര നാൾ ഇവർ ഈ നാടകം കളിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതൊരു സംവിധായകനെ ഇറക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ ഏതെങ്കിലും ചീഞ്ഞ കോമഡികൾക്ക് പോലും ഇതിനേക്കാളും ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. പിഷാരടിയുടെ പഴയ ഒരുപാട് സ്കിറ്റുകൾക്ക് സ്ക്രിപ്റ്റ് വർക്ക് നടത്തിയിട്ടുള്ള ആളാണ് രമേശ് പിഷാരടി. അതെ, അദ്ദേഹത്തിന് കുറച്ചും കൂടെ നന്നായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ UDF-നും LDF-നും പറ്റിപ്പോയ 2 അബദ്ധങ്ങളുണ്ട്. കാര്യം അവർ വളരെ ദുർബലരായ 2 സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്ന് അവർ തിരിച്ചറിയാൻ വളരെയധികം വൈകിപ്പോയിരിക്കുന്നു. കാര്യം മറുഭാഗത്ത് നിൽക്കുന്നത് വളരെയധികം ദേശീയ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി വന്ന് പ്രചരണം നടത്തിയ ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. മാത്രമല്ല ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും കേരളത്തിൽ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രമാത്രം ജനപ്രീതിയുള്ള, അത്രമാത്രം ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ശോഭാ സുരേന്ദ്രനോടുകൂടി മത്സരിക്കാനായി ഈ 2 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്നത് വളരെ ദുർബലരായിട്ടുള്ള 2 പേരെ തന്നെയാണ്. അത് അവർ തിരിച്ചറിയാൻ വളരെയധികം വൈകിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും അവരുടെ വോട്ട് ശതമാനം ഒന്ന് ഉയർത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തരം താണ വിദ്യകളിലൂടെ അല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ചോട്ടാ നേതാക്കൾക്ക് മുകളിൽ നിന്നുള്ള പ്രഷേഴ്സ് ഉണ്ടാവാം, അല്ലേ, മറ്റു മുതിർന്ന നേതാക്കളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാകാം. എങ്ങനെയെങ്കിലും നിങ്ങളിത് പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ തകർക്കുന്ന എന്തെങ്കിലും പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തേ പറ്റൂ എന്നുള്ള വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരി, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന പഴയ ശങ്കരാടിയുടെ ഡയലോഗാണ്, നിങ്ങൾ എതിർ പാർട്ടിക്കാരെ ഏതെങ്കിലും പെണ്ണ് കേസിലോ ഏതെങ്കിലും നാട്ട കേസിലോ ഒന്ന് പെടുത്തണം, അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് അവരെ തകർക്കാനേ പറ്റുള്ളൂ എന്നുള്ള ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും ഇവർ ഈ 1 മണിക്കൂർ സഞ്ചരിച്ചു എന്നത് മാത്രമല്ല, ഈ ഒരു തിരക്കഥയ്ക്ക് മുന്നേ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. പിഷാരടിയുടെ ഒരു ഫെയിം നഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് രഞ്ജിത്തിൻ്റെ ഒരു പീഡനം ന്യായീകരിക്കുന്നു. ഒരു പീഡനത്തെ ഒരു വ്യക്തിപരമായ കാര്യമായിട്ടാണ്, വ്യക്തിപരമായ പീഡനം എന്നൊന്ന് കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഈ ന്യായീകരിച്ചതിന് കൂടി പിഷാരടിയുടെ ഒരു ജനപ്രതിനിധിയാകാൻ നിൽക്കുന്ന ഒരാളുടെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം കൂടെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വല്ലാത്ത തത്രപ്പാടിലാണ് ഇത്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കണം. മറ്റേ സ്ഥാനാർത്ഥിയും ഇങ്ങനെയാണ്, അവരെന്തെങ്കിലും തരത്തിൽ അവരുടെ ഒരു ഇമേജ് ഒന്ന് അടിച്ചൊതുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ അത് ഈ രീതിയിലായിപ്പോയി എന്ന് മാത്രം. പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളോ ഒന്നും ആർക്കു മുന്നിലും സമർപ്പിക്കാനില്ല. ആരോ ഒരാൾ കയ്യിൽ സ്പർശിക്കുന്നു, ആ ഒരു അമ്മയുടെ കയ്യിൽ സ്പർശിക്കുന്നു, ആ സ്പർശിച്ച ആളിനെ കാണാനില്ല. ഇപ്പൊ ഇവർ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ അവർ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഷോട്ട് കൂടി പ്ലാൻ ചെയ്യണമായിരുന്നു. കാര്യം ഈ യുവതി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതില്ല, എങ്ങോട്ട് പോയതെന്നുള്ളതുമില്ല, അല്ലേ? തീർച്ചയായും ഒരു ഇടഭാഗം മാത്രമാണ് ഈ വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നത്. ആ ശോഭാ സുരേന്ദ്രന്റെ വാഹന വ്യൂഹത്തിലാണ് ഇവർ വന്നതെങ്കിൽ ആ കാറിൽ കയറുന്ന ദൃശ്യങ്ങളെങ്കിലും കാണേണ്ടതായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശോഭാ സുരേന്ദ്രൻ നൽകിയ വിശദീകരണം. അവർ ഇതിനെക്കുറിച്ച് കുറച്ചധികം അന്വേഷിച്ചതിന് ശേഷമാണ് വിശദീകരണം നൽകിയത്. അതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഗൂഢാലോചന, ഇതൊരു ഗൂഢാലോചനയാണ്, ഈ ഗൂഢാലോചനയിൽ ഒരു മാധ്യമ പ്രവർത്തകനും പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. വെട്ടിത്തുറന്നവർ പറയുന്നുണ്ട് മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകൻ്റെ കയ്യിലാണ് ഇത് ആദ്യമായി ഈ ദൃശ്യങ്ങൾ കിട്ടുന്നത്. അയാളാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും അടങ്ങുന്ന ഗ്രൂപ്പിലേക്ക് ഈ ദൃശ്യങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് വലിയൊരു പ്രചാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ വൺ മാധ്യമ പ്രവർത്തകനെതിരെ കേസ് കൊടുക്കും എന്നവർ പറയുന്നുണ്ട്. യു ഡി എഫിന് ഈ മീഡിയ വൺ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പിഷാരടിയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിലും ആ തെരഞ്ഞെടുപ്പ് അവിടെ മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. സാങ്കേതികമായിട്ടല്ലെങ്കിലും അവിടെ മത്സരിക്കുന്ന ഷാഫി പറമ്പിലാണ്. ഞാൻ പറയാൻ വന്നത് അത് തന്നെയാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലായാലും പിഷാരടി ആയാലും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇതിന്റെ ചരടുവേലികൾ നടത്തുന്നതും ഷാഫി പറമ്പിലാണ്. അതുകൊണ്ടാണല്ലോ രമേശ് പിഷാരടി ഒരു ദിവസം ഇടത്തോട്ട് മുണ്ടുടുത്ത് പ്രചരണത്തിനിറങ്ങിയത്. അങ്ങനെ ഉള്ള സംഭവങ്ങൾ പോലും വൈറലായിട്ടുണ്ട്. മാത്രമല്ല കുമാറെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വൈകാരികമായ ഒരു പ്രതികരണങ്ങൾക്കും ശോഭാ സുരേന്ദ്രൻ മുതിർന്നില്ല എന്നുള്ളതാണ്. കാര്യം അവരുടേതായ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരിയുടെ സ്വഭാവം അവർ കാണിച്ചു എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞത് ഇപ്പോഴുള്ള എൻ്റെ മുൻഗണന എന്നുള്ളത് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇനിയും വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന്
നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ഇനിയും എനിക്ക് വോട്ട് തേടേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാളെ വോട്ടിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. അതിനുശേഷം മറ്റന്നാൾ ഞാൻ ഇതിന് മറുപടി പറയാമെന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തെളിവ് സഹിതം ഇന്ന് ആരോപിക്കപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും തെളിവ് സഹിതം ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയും എന്നുള്ള വ്യക്തമായ മറുപടി തന്നെയാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് നടത്തിയത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾക്കും അവർ മുതിർന്നില്ല. ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തോടു കൂടി മാനസികമായി തകർന്നു പോയേനെ, അല്ലെങ്കിൽ വൈകാരികമായ പ്രകടനങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയേനെ. പക്ഷേ അതിനൊന്നും മുതിരാതെ വളരെ പക്വതയാർന്ന പെരുമാറ്റത്തിലൂടെയാണ് അവർ മറുപടി നൽകിയതെന്നുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാത്രമല്ല അവർക്കറിയാം അവർക്ക് കിട്ടേണ്ട വോട്ട് അവർക്ക് തന്നെ കിട്ടും. ഇത്തരത്തിലുള്ള ഈ ചെറിയ ആരോപണങ്ങൾക്കും ഈ വില കുറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒന്നും ഇനി അവിടെ സ്ഥാനമില്ല. കാര്യം അവരുടെ ഭാഗം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തോളമായി അവർ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്, മണ്ഡലത്തിൽ സജീവമാണ്. ഓരോ വോട്ടർമാരും എന്താണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ടി വിയുടെ ഒരു സർവേ എടുത്ത സമയത്ത് ഒരു സംപ്രേഷണം ചെയ്യേണ്ട ആ ബിഗ് ടി വിയുടെ സർവേയിൽ കാണിക്കുന്നത് ഇവർ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഓരോ കടകളിൽ കയറുമ്പോഴും എല്ലാവരും പറയുന്നത് അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. പിന്നെ ലാസ്റ്റ് ബിഗ് ടി വിക്ക് ഒരു രക്ഷയുമില്ലാതെ അവർ പറഞ്ഞു ഇത് BJPക്ക് അമിതമായി സ്വാധീനമുള്ള സ്ഥലമാണ്, കുറച്ച് അങ്ങോട്ട് മാറിയാൽ ഉത്തരം നേരെ തിരിച്ചായിരിക്കുമെന്ന് പറഞ്ഞു വീണ്ടും അവർ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് ഉത്തരം ചോദിക്കുന്നു. അവരും പറയുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ അടക്കമുള്ള സർവേകളിൽ കേരളത്തിലെ NDAയുടെ സാധ്യത തിരയുമ്പോൾ ഒരുപക്ഷെ ആദ്യം ലഭിക്കുന്ന ഒരു 1-2 സീറ്റുകളിൽ അവരെ ഉറപ്പായും പറയുന്ന ഒരു സീറ്റ് പാലക്കാട് സീറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കും ഇതൊരു അവർക്ക് വലിയ തലവേദനയായി. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രഷർ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് വലിയ പ്രഷർ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പിന്നെ അവിടെ എന്താണ് ചെയ്യുന്നത്? ഇത് ഷാഫി പറമ്പലിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയുടെ തീരുമാനം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും അത് വളരെയധികം നിർണായകമാണ്. ഇവിടെ പാലക്കാട്ടിൽ നിന്ന് പെട്ടിമടക്കി വരേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഷാഫി പറമ്പിൽ എന്താകുമെന്ന് നോക്കിയിരുന്ന് കാണേണ്ടി വരും. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് അവിടെ കഴിഞ്ഞ തവണ സീറ്റ് കൊടുക്കുന്നത്. അതെ. പക്ഷേ അത് വലിയൊരു കെണിയിലേക്കാണ് കോൺഗ്രസിനെ പെടുത്തിയത്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും പുറത്തിറങ്ങി വോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള നാണക്കേടായി. അപ്പോൾ അതിന് സംഘടനാപരമായി തന്റെ തീരുമാനത്തിന് യാതൊരു ഡാമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ചുമതല ഷാഫി പറമ്പിലിനാണ്. ഷാഫി പറമ്പിലിന്റെ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ആ മണ്ഡലം കോൺഗ്രസിന് അനുകൂലമല്ല. അതുകൊണ്ട് പല രീതിയിലൂടെയും ഈ വിജയം ഏതു വിധേനയും പിടിച്ചെടുക്കുക എന്നൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാതീയമായി പോലും അധിക്ഷേപിച്ചുകൊണ്ട് ആദ്യം മുതൽ UDF ആണ് ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. കാര്യം പാലക്കാട്ടത്തെ അഗ്രഹാര തെരുവുകളിലൊക്കെ ചെന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഇവർ ഒരു ഈഴവ സ്ത്രീയാണെന്ന് മറുഭാഗത്തൂടെ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് UDF ആണ് മാനസികമായി തന്നെ ആ ഒരു സ്ഥാനാർത്ഥിയെ തളർത്താൻ ശ്രമിച്ചത്. അത്തരം ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പൊറോട്ട നാടകം കാണിച്ചുകൊണ്ട് ഇപ്പോൾ വില കുറഞ്ഞ ആരോപണങ്ങളുമായി UDF മുന്നിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും UDF ഉന്നയിച്ച ഈ ആരോപണം അത് കുറുക്കി കൊള്ളുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം കിട്ടുന്നത് LDFിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് LDF ഇതിനെ ഇപ്പോൾ പിന്താങ്ങി നിൽക്കുന്നത്. കാര്യം അവർക്കിതൊരു ബോണസാണ്. മെയ്യനങ്ങാതെ പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന ഒരു ബോണസ് സാധനമാണിത്. അതുകൊണ്ട് തന്നെയാണ് അവരും ഇപ്പോൾ UDFിനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ പറയുന്ന ഡീൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നത് UDFും LDFും തമ്മിലുള്ള. എന്തായാലും മാധ്യമ ഗൂഢാലോചന, ഒപ്പം ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഒരു ചെറിയ കരുനീക്കം, ഇതെല്ലാം 11-ാം മണിക്കൂറിൽ സംഭവിച്ചിരിക്കുന്നു. ഒട്ടനവധി സമയം വാർത്തയാക്കാൻ അവർക്ക് സാധിച്ചു. ശോഭാ സുരേന്ദ്രൻ്റെ കുറച്ച് സമയം പാഴാക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ അന്തിമമായി വിജയം അവർക്കൊപ്പം തന്നെ ആയിരിക്കും. ജനങ്ങൾ ശോഭാ സുരേന്ദ്രനോടൊപ്പം തന്നെ ആയിരിക്കുമെന്ന് BJP ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും നിയമ നടപടികളുമൊക്കെയായി BJP സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയുമാണ്. നമസ്കാരം.